ഹായ്, എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ വെച്ചിട്ട് ഉള്ളൊരു മാംഗോ മസ്താനി ഉണ്ടാക്കാനാണ്. ഇപ്പം മാമ്പഴക്കാലമല്ലേ, അപ്പോൾ ഞാനത് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ആവശ്യം വരും. അപ്പം രണ്ടാമത്തെ മാങ്ങ ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മാങ്ങ ഇഷ്ടം പോലെ ഇപ്പം പറമ്പിലെല്ലാം കിട്ടാനുണ്ട്. അപ്പം നമുക്കിത് വെച്ചിട്ട് ഇങ്ങനൊരു വിഭവം ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിലേക്ക് കട്ടപ്പാലാണ് വേണ്ടത്. അത് ഞാൻ കുറച്ച് കട്ടപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട അതിൽ അടിക്കാൻ. ഇനി നമുക്ക് അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഐസ്ക്രീം ഇടുന്നത് കൊണ്ട് മധുരം കൂടുതൽ വേണ്ടല്ലോ. അതിന് ശേഷം ഇതാ ഞാൻ അതിലേക്ക് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിത് ക്യാമറിയുടെ വനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഐസ്ക്രീം അതുപോലെ 2 സ്പൂണ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് ഇട്ടത്. ഇനി നമുക്കിത് അടിച്ചു വരാം. ഞാൻ നല്ല മിനുസത്തിൽ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതാ ഐസ്ക്രീം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം 1 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച മാങ്ങ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കതിൽ ഒരു ലെയർ പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2ലും ഒരുപോലെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടുന്നത് നട്ട്സാണ്. അണ്ടിപ്പരിപ്പോ അതായത് ബദാമോ അങ്ങനെയെല്ലാം എടുക്കാം. ഞാനിവിടെ എടുത്തത് പിസ്തയാണ്. പിസ്ത ചെറുതായി ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അടിച്ച് വെച്ച മാംഗോ ജ്യൂസ് അതിലേക്ക് ഒരു ലെയറായിട്ട് ഒഴിച്ചു. പിന്നീട് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഐസ്ക്രീം 1 സ്പൂണ്, അങ്ങനെ മാംഗോ പിസ്ത അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുറച്ചും കൂടി വലിയ ഗ്ലാസ്സായിരുന്നു വേണ്ടുന്നത്. ഞാനത് 2ലേ ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തിട്ടാണ് 2 ഗ്ലാസ് എടുത്തത്. അപ്പം മാങ്ങ ഇട്ടു, അതിൻ്റെ മേലെ പിസ്ത ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊരു ഗ്ലാസ് എടുത്തു. അതിലേക്കും അതേപോലെ ഐസ്ക്രീമും ലെയറായിട്ട് പിസ്തയും മാംഗോയും ഐസ്ക്രീമും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ നമുക്കിതുപോലെ വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ്സിൽ ഒഴിക്കേണ്ടതേ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഞാൻ. അപ്പോൾ ഇതാ പിസ്തയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറി വേണമെങ്കിൽ ചെറുതായി പീസാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറി വെച്ച് അലങ്കരിക്കാം. അപ്പം ഇങ്ങനെ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.